കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ക്യാപ്സിക്കം വെച്ച് നല്ലൊരു ബജി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ബജി മുളക് ഇല്ലെങ്കിലും ക്യാപ്സിക്കം വെച്ചും ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കടലമാവാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ അളവിനനുസരിച്ച് തയ്യാറാക്കാം. ഇവിടെ ഞാൻ 1 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുള്ള പൊടികളാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അതിലേക്ക് അല്പം അരിപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, വേണമെന്ന് നിർബന്ധമില്ല, ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അല്പം കായപ്പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്. പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ വെള്ളം കൂടരുത് കേട്ടോ, കൂടിക്കഴിഞ്ഞാൽ ബജി മാവും വേറെ വേറെ ആവും എണ്ണയിലിടുമ്പോൾ. ഇനി നമുക്ക് ഒരു ക്യാപ്സിക്കം കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ നെടുകെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അരിയെല്ലാം എടുത്ത് കളയാം. കട്ട് ചെയ്യുന്നത് ഏത് രീതിയിലും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. റൗണ്ടായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിങ്ങനെയാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ഓരോ പീസുകളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് റൗണ്ടായിട്ടോ ചെറുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ. അരമണിക്കൂറായപ്പോഴേക്കും മാവെല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാപ്സിക്കം മാവിൽ മുക്കി ഇട്ടതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പെട്ടെന്നങ്ങ് പുറം ഭാഗം കരിച്ചെടുക്കരുതേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാപ്സിക്കം ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.